ഡൽഹിയിലെ ജന്തർ മന്തർ സമരമുഖത്ത് ക്രിമിനൽ സംഘങ്ങളുടെ വൻ സാന്നിധ്യം. നിർണായക കണ്ടെത്തലുമായി ഡൽഹി പോലീസ്. കൊലപാതകം, ലൈംഗിക അതിക്രമം, പോക്സോ കേസുകളിലെ പ്രതികളടക്കം 2873 കുറ്റവാളികൾ സമരസ്ഥലത്ത് എത്തിയിരുന്നു. ആദർശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദർശ്, ഇതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ആ ജന്തർ മന്തറിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ ഈ വന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായതാണ്. ഇപ്പോൾ ഡൽഹി പോലീസ് കണക്കുദ്ധരിച്ചുകൊണ്ട് പറയുകയാണോ ഇത്ര ക്രിമിനലുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്? ഗൗതം, ഇപ്പോൾ ഡൽഹി പോലീസ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 20 മുതൽ 25 വരെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്തറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാനെത്തിയ ക്രിമിനലുകളുടെ വിവരമാണ് ഡൽഹി പോലീസ് പുറത്തുവിട്ടത്. അതിൽ 2873 ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ 989 പേർ അവർ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, പോക്സോ, പീഡനക്കേസ് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് എന്നും പോലീസ് നൽകുന്ന വിവരത്തിലുണ്ട്. ഇതിൽ കൃത്യം കണക്ക് പോലീസ് പറയുന്നത് കൊലപാതക കേസുകളിൽ പ്രതികളായ 101 പേരാണ് ഇത്തരത്തിൽ ഈ ജന്തർ മന്തറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, വ്യാപകമായ ആക്രമണമാണ്. നമുക്കറിയാം, ജൂലൈ 20 ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം വെച്ചുകൊണ്ട് ഡൽഹി പോലീസ് ഇതിൽ പങ്കെടുത്ത ഈ കുറ്റവാളികളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചത്. അതിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് കൊലപാതക കേസുകളിൽ പ്രതിയായ 101 പേരും, കൊലപാതക ശ്രമത്തിൽ പങ്കാളികളായ 62 പേരും, കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ട 281 പേരും, പീഡന കേസുകളിൽ പ്രതിയായ 61 പേരും, പോക്സോ കേസിൽപ്പെട്ട 6 പേരും, ലൈംഗിക ആക്രമണത്തിൽ പ്രതികളായ 25 പേരും ഈ കുറ്റവാളികളുടെ ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. കാരണം 2873 പേർ കുറ്റവാളികൾ അവർ ഈ സമര സ്ഥലത്തേക്ക് ജൂലൈ 20 മുതൽ 25 വരെ എത്തിയിരുന്നു. മാത്രമല്ല, ഇവരിൽ ചിലരൊക്കെ വന്നും പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതടക്കം പോലീസ് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ അക്രമവുമായി ബന്ധപ്പെട്ട് കേസുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഡൽഹി പോലീസ് ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കാരണം ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേർക്ക് വലിയ രീതിയിൽ ആക്രമണം നടന്നിരുന്നു. ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ഒക്കെ ആക്രമിക്കുന്ന രീതിയിൽ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. കാരണം ഇവർ അപ്രതീക്ഷിതമായിട്ട് പലയിടങ്ങളിലും സംഘടിക്കുകയും പോലീസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ക്രിമിനലുകളെ സംബന്ധിച്ചുള്ള വിവരശേഖരണം നടത്തിയത്. ആ വിവരശേഖരണത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ സമരത്തിൽ കുറ്റവാളികൾ ഇത്രയധികം പങ്കെടുത്തു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസ് പുറത്തുവിട്ടതോടുകൂടി കോക്രോച്ച് ജനതാ പാർട്ടിയാണ് ഇത്രയും ക്രിമിനലുകൾ എന്തുകൊണ്ട് തങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തു എന്നതിൽ ഇനി വിശദീകരണം നൽകേണ്ടത്. ഗൗതം, കൂട്ടം ക്രിമിനലുകൾ ജന്തർ മന്തറിൽ എത്തിയിരുന്നു. ആ സമരത്തിനകത്ത് പോക്സോ കേസിലെ പ്രതികളും അല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഈ ഘട്ടത്തിൽ ഡൽഹി പോലീസ് പുറത്തുവിടുകയാണ്. അന്ന് വലിയ അതിക്രമം രാജ്യതലസ്ഥാനത്ത് ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിൻ്റെ മറവിൽ നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളന്ന് കണ്ടതാണ്. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു, RAF ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു, വാഹനങ്ങൾ തല്ലിത്തകർത്തു. അപ്പോൾ സ്വാഭാവികമായും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിയെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നതാണ്. ഇപ്പോഴത് ശരിവെക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടായിരിക്കുന്നു. ആദർശ് TS ആണ് വിശദാംശങ്ങൾ നൽകിയത്.